ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ട്യൂഷൻ പിള്ളേരുടെ ഒരു ഓണം സെലിബ്രേഷനാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഓണം സെലിബ്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ വിഭവങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരാൾ ഇല, ഒരാൾ പായസം, ഒരാൾ അതുപോലെ തോരൻ, പച്ചടി, കിച്ചടി, സാമ്പാർ, പപ്പടം പറഞ്ഞ പോലെ അങ്ങനെ ഓരോരോ പിള്ളേർ ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്ന് ഓണം സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തരിങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ഇത് പിന്നെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എല്ലാവരും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ ദാണ്ട് സദ്യ കഴിക്കുകയാണ്. ചെറിയൊരു ആഘോഷമാണ് കേട്ടോ, വലിയൊരു ഇതല്ലെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമാണ്. എന്നാലും പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലോ. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അവരുടെ ട്യൂഷൻ ടീച്ചർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാം ഇത്രയും പിള്ളേർക്ക് വേണ്ടി എല്ലാം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു എഫേർട്ട് തന്നെ അതിന് പിന്നിൽ വേണം. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിള്ളേരും എല്ലാം നല്ല സഹകരിച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ അവരും ആഘോഷിച്ചു കേട്ടോ. അതൊരു ഗെയിമാണ്, ഇവർക്ക് ഗെയിം കൊടുക്കുന്നുണ്ട്. ഇതൊരു പാട്ടൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് യൂട്യൂബിൽ അത് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. പാട്ട് സെറ്റ് ചെയ്തിട്ട് അത് കോപ്പിറൈറ്റ് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. പാട്ടൊക്കെ കൊടുത്തിട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗെയിമാണ് കേട്ടോ. അതിൻ്റെ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഓരോ ടീമായിട്ടാണ് കേട്ടോ, ഒരു ടീം വർക്കാണ് ഇതൊക്കെ. എന്താണ് അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകാരാണ് ജയിക്കുന്നത് കേട്ടോ. ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ പോകുന്നുണ്ട്, തോറ്റവരൊക്കെ കരയുന്നുണ്ട്, ജയിച്ചവർ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നല്ല എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. പിള്ളേരല്ലേ, ആഘോഷിക്കട്ടെ എന്ന്. അവർക്കും ഇതൊരു ചെറിയൊരു ആഘോഷങ്ങളൊക്കെ അവർക്ക് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഫിഷ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു ഗെയിമാണ്. അതിലെല്ലാം കൂട്ടത്തല്ലായിട്ടാണ് ഞാൻ നീ എന്ന് പറഞ്ഞിട്ടത്. പിന്നെ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഗെയിമാണ്. ആരൊക്കെയോ ജയിക്കുന്നുണ്ട്, ആരൊക്കെയോ തോക്കുന്നുണ്ട്, അങ്ങനെ കേട്ടോ. ഇതിൽ പിന്നെ പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വേറൊരു ഇതൊന്നുമില്ല കേട്ടോ. പിള്ളേർക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് നന്നായി സന്തോഷിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതാക്കിയിട്ടുണ്ട്. ഇത് മഴയും ഇതൊന്നും വകവയ്ക്കാതെ വീട്ടിൻ്റെ മുകളിലും ഇത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പട്ടുപ്പാവാടയും മുണ്ടും എല്ലാം ഒരു നല്ല അടിപൊളി കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പോട്ടെ, എല്ലാവരും ആഘോഷിച്ചല്ലോ, അതും മതി. നല്ല സന്തോഷമായി, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല അടിച്ചു പൊളിച്ചു. 1 മണിക്ക് തുടങ്ങിയ പരിപാടി 6:30-7 മണിയായിട്ടൊക്കെ കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് പിള്ളേരുടെ പരിപാടികളൊക്കെ. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റേഷനും റിയാലിറ്റി കേട്ടോ. ഈ ഒരു ഗെയിമിനെയാണ് പിള്ളേർ എങ്ങനെ കളിച്ചതെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഒരു ഗെയിം ഇങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ ഈ ഫിഷിനെ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ഗെയിമിനെ മക്കൾ എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത് നോക്ക്, ചിരിക്കാത്തവർ ചിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയിം ഇങ്ങനെയാണ്, ഈ ഫിഷിനെ ഈ പേപ്പറിലോട്ട് കൊണ്ടുവരണം. ആ ഒരു ഗെയിമിനെ ഇവരാക്കിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കൂ കേട്ടോ. അതായത് ഈ ഒരു പരുവത്തിലാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയും, അതുപോലെ എൻ്റെ മീൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചലും പിഴിച്ചലും, ഒരാളുടെ മേലെ ഒരാൾ വന്ന് വീണു, അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചിരിക്കുന്നുണ്ട്. എന്തായാലും പിള്ളേർ നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ.
അപ്പോൾ വീഡിയോ എക്സ്പെക്റ്റേഷൻ അങ്ങനെയായിരുന്നു. റിയാലിറ്റി ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് കേട്ടോ. എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. എന്തായാലും ഈ ഒരു ഗെയിമും ഈ ഒരു ഓണാഘോഷമൊക്കെ ഇത്രയും സെറ്റ് ചെയ്ത ആ ടീച്ചർക്ക് എന്തായാലും നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് കൊടുക്കുകയാണ്. എന്തായാലും ഇത്രയും സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി പിള്ളേരെയൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യിപ്പിച്ച ടീച്ചർക്കും അതുപോലെ ഈ ഒരു ഗെയിമിന് അറ്റൻഡ് ചെയ്ത എല്ലാവരും പിള്ളേർക്കും അതുപോലെ ഒരുപാട് ഇത് കൊടുക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. എല്ലാവരും അതുപോലെ നന്നായിട്ട് സഹകരിച്ചു. പിള്ളേരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രത്തോളം നല്ല ഭംഗിയാക്കി മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇത്രയും നല്ല ഭംഗിയാക്കിയ ട്യൂഷൻ ടീച്ചർക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.